ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മൾ ഹോണ്ടയുടെ ഡിയോ വണ്ടി ബാക്ക് വീലിൻ്റെ സൈഡിൽ നിന്ന് ഓയിൽ ലീക്കായിട്ടാണ് നമ്മൾ അഴിച്ചേക്കണം കേട്ടോ. ഗിയർ ബോക്സിൻ്റെ സൈഡിൽ നിന്നാണ് അതിൻ്റെ ഓയിൽ ലീക്ക് കാണിച്ചായിരുന്നത്. അപ്പോൾ നമ്മളത് ക്ലിയർ ചെയ്യാനായിട്ട് നമ്മൾ അഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ബെയറിങ്ങും അതിൻ്റെ സ്ലീവൊക്കെ ചെറിയൊരു കംപ്ലയിൻറ്റിലേക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബെയറിങ് ആ ഗിയർ വീലുമായി ബന്ധപ്പെട്ട് തന്നെ നമുക്ക് ആ ബാക്കിലത്തെ വീല് കണക്ട് ചെയ്യുന്ന ഷാഫ്റ്റ് ഉണ്ടല്ലോ, ഈ ഷാഫ്റ്റിൻ്റെ ഈ രണ്ട് സൈഡിൽ വന്ന ബെയറിങ്ങും കൂടി നമ്മൾ കൂട്ടത്തിൽ മാറ്റി വിടുന്നുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഈ ബെയറിങ്ങിൻ്റെ ഒരു പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പുറത്തെ ഡാമേജിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് രണ്ടും കൂടെ മാറ്റിയിട്ട് ഓയിൽ സീലും അതേപോലെ തന്നെ അതിൻ്റെ ഓറിങ് ആ ഓയിൽ സീലും അത് ഗ്യാസ്കറ്റ് കാര്യങ്ങളൊക്കെ മാറ്റി ഗിയർ ഓയിലും മാറ്റി നമുക്ക് റീസെറ്റ് ചെയ്യാം. പിന്നെ അതേപോലെ ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ നമുക്ക് കിടക്കണ ലൈനർ കമ്പനി ലൈനർ ഒന്നല്ല, ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഒരു കുറഞ്ഞ ഐറ്റാണ്. അത് ഇടുമ്പോഴുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ ബ്രേക്ക് ഒരു ചതഞ്ഞ രീതിയിലുള്ള ബ്രേക്ക് ആയിരിക്കും. നമുക്കിപ്പോൾ കമ്പനി ബ്രേക്ക് ലൈനർ ഇടാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ബ്രേക്ക് കിട്ടും. ഇതിനിപ്പോൾ കുറച്ചും കൂടിയാണ് തീരാനുള്ളൂ. അപ്പോൾ കൂട്ടത്തിൽ മാറ്റണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ടൊന്ന് പറഞ്ഞേരെ. ഞാൻ എസ്റ്റിമേറ്റിനകത്ത് ഉൾപ്പെടുത്തിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിൽ തരാം. അപ്പോൾ നോക്കിയിട്ട് വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. ഇത് മാറ്റണമെന്നുണ്ടെങ്കിൽ കൂട്ടത്തിൽ നമുക്ക് മാറ്റി പോവാം. അതല്ലെങ്കിൽ ബ്രേക്ക് ഒരു സുഖമായിരിക്കില്ല, ബ്രേക്ക് ഒരു ചതഞ്ഞ രീതിയിലുള്ള ബ്രേക്കായിരിക്കും. അതല്ലെങ്കിൽ പിന്നെ ഇത് മാക്സിമം ഉപയോഗിച്ച് തീർക്കുക. അതിന് ശേഷം നമുക്ക് കമ്പനി ഐറ്റം മേടിച്ചിടണതാണ് കുറച്ചുകൂടി ബെറ്റർ കേട്ടോ. ഇത് നിസ്സാരം കൂടി ഉള്ളു തീരാനായിട്ട്, കുറച്ചും കൂടിയാണ് ഉപയോഗിക്കാൻ കിട്ടുള്ളൂ. പക്ഷേ ഇത് ഉപയോഗിച്ചാലും നമുക്ക് ആ ബ്രേക്ക് ഒരു എന്താ പറയുക, ഒരു സ്മൂത്ത്നെസ് ഉണ്ടാവില്ല, ഒരു ചതഞ്ഞ രീതിയിലുള്ള ബ്രേക്കായിരിക്കും. പിന്നെ നമുക്ക് ക്ലച്ചിൻ്റെ ഭാഗം നോക്കുമ്പോൾ ക്ലച്ചിൻ്റെ ഇവിടെ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഇവിടെ നിന്നും ഓയിൽ ലീക്ക് ഉണ്ട്. നല്ല രീതിയിൽ ഓയിൽ ലീക്കാണ് ഈ കാണുന്നത്. ഈ കാണുന്നതൊക്കെ ഫുൾ ഓയിൽ ലീക്കാണ്. അപ്പോൾ ഈ ഭാഗവും നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം ആ ഓയിൽ സീലും മാറ്റി നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട്. അത് ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ക്ലച്ച് ഷാഫ്റ്റിൻ്റെ മാറ്റിയേക്കാം. നമുക്കിപ്പോൾ ഓയിൽ ലീക്കുമായി ബന്ധപ്പെട്ട് വന്നാൽ വർക്കുള്ളൂ. അപ്പോൾ അതും കൂടി മാറ്റി നമുക്ക് റീസെറ്റ് ചെയ്യാം. പിന്നെ അത് കൂടാതെ കൊണ്ട് തന്നെ നമുക്ക് ആ CVT ക്ലച്ചിൻ്റെ ക്ലച്ച് യൂണിറ്റ് ഫുള്ളായിട്ട് അഴിച്ച് ഗ്രീസിങ് കൂടി നടത്തുന്നുണ്ട്. അതും നമുക്ക് ഈ ഗിയർ ബോക്സിൻ്റെ വർക്കിൻ്റെ ലേബറിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ട് ഈ പറഞ്ഞ വർക്കുകൾ കൂടി ചെയ്തു തരാം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി റോളർ സെറ്റ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ തേമാനമൊക്കെ ഉണ്ട്. പക്ഷെ എന്നാൽ പോലും നമുക്കങ്ങനെ വലിയൊരു പ്രോബ്ലം ഒന്നും പറയാവുന്നൊരു കണ്ടീഷനിലേക്ക് ആയിട്ടൊന്നുമില്ല. അപ്പം നമ്മൾ നിലവിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ക്ലച്ച് ഫുള്ള് ക്ലീൻ ചെയ്യുക. അതിന് ശേഷം ഓയിൽ സീൽ മാറ്റാം, ക്ലച്ച് ഗ്രീസിങ് ഒക്കെ നടത്തി റീസെറ്റ് ചെയ്യുക. ഗിയർ ബോക്സിൻ്റെ ആ രണ്ട് ബെയറിങ് വിത്ത് ഓയിൽ സീല്, ഗ്യാസ്കറ്റ്, ഗിയർ ഓയിൽ ഇത്ര ഐറ്റംസും മാറ്റിയിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ബെൽറ്റ് കുഴപ്പമൊന്നുമില്ല, നല്ല ബെൽറ്റാണ് കിടക്കുന്നത് കേട്ടോ. കമ്പനി ബെൽറ്റൊന്നുമല്ല, പക്ഷെ എങ്കിൽ കൂടി ഒറിജിനൽ ബെൽറ്റൊന്നും അല്ല കേട്ടോ. ഇത് ബാൻഡോ എന്ന് പറയുന്ന കമ്പനിയുടെ തന്നെയാണ്. പക്ഷേ അതിൻ്റെ ക്വാളിറ്റി കമ്പനി പ്രിഫർ ചെയ്യുന്ന ആ മോഡലല്ല എന്ന്. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. അപ്പോൾ വീഡിയോ കാണാം, കണ്ടതിന് ശേഷം റിപ്ലൈ ഇടാം. ഞാൻ അതിനകത്ത് ഈ പറഞ്ഞ രീതിയിലുള്ള വർക്കുകളുടെ ഒരു എസ്റ്റിമേറ്റ് അതിനകത്ത് ആഡ് ചെയ്തേക്കാം, ബ്രേക്ക് ലൈനറിൻ്റെ അടക്കം. അപ്പോൾ അത് കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം. അത് കിട്ടിയാലാണ് നമുക്ക് അതനുസരിച്ച് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ളൂ. ഓക്കെ.